കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ ഗാർഡൻ്റെ ഒരു അപ്ഡേറ്റ്സ്. അപ്പോൾ അതിൻ്റെ അത് സീതപ്പഴത്തിൻ്റെ ഫീമെയിൽ മെയിൽ ഫ്ലവർ കാണിച്ചത്. ഇതാണ് മെയിൽ ഫ്ലവർ കേട്ടോ. കണ്ടോ, നല്ല വിരിഞ്ഞിരിക്കുന്നുണ്ടോ? ഇതാണ് മെയിൽ. ഫീമെയിൽ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഫീമെയിൽ, ചെറുതായിട്ട് വിരിഞ്ഞു. ചില ആൾക്കാർ പറയാറുണ്ട് നമ്മുടെ സീതപ്പഴത്തിൽ ഫ്രൂട്ട് പിടിക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് ഹാൻഡ് പോളിനേഷനാണ്. ഇതുപോലത്തെ ബ്രഷ് എടുക്കുക. കണ്ടോ, ഇങ്ങനത്തെ ബ്രഷ് എടുക്കുക. എന്നിട്ട് ഇങ്ങനത്തെ ബ്രഷ് എടുത്തതിന് ശേഷം, ഇതിപ്പം മെയിലായിട്ട് നിൽക്കുന്ന ഫ്ലവറാണ്, 100% മെയിൽ ഫ്ലവറാണ്. നമുക്കത് അറിയാം. ഇത്രയും തിരിഞ്ഞാൽ അത് മെയിലാവും. അതിൻ്റെ അത് നോക്കി ഇങ്ങനെ ബ്രഷ് വെച്ച് പോളിനെടുക്കുക. ഇതുപോലെ പോളിനെടുക്കാണ്ടോ. ഇതുണ്ട് പോളൻസ് ഇരിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത്. ഈ പൊടിയാണ് ഇതിൻ്റെ പോളൻസ്. ഇത് നേരെ എടുത്ത് ഈ കാണുന്ന ഫീമെയിൽ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വിടുക. എന്നിട്ട് 2 തിരിയിരിക്കുക നല്ലപോലെ തന്നെ. ഫുള്ള് കുറച്ച് പോസ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ 2 തിരിക്കുക, എന്നിട്ട് എടുക്കുക. ആ പോളൻസൊക്കെ ഓൾമോസ്റ്റ് എൻ്റെ താഴത്തുണ്ടാവും. അപ്പം ഈ ഒരു ഫ്ലവർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 3 or 2 ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഇത് കളഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെ വേറൊരു മെയിൽ ഫ്ലവർ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു മെയിൽ ഫ്ലവർ ഉണ്ട്. ഇപ്പം ഞാൻ ഇത് നിർത്തിയേക്കുന്നത് 1-2 ഫ്ലവർ. ഇത് ചിലപ്പോൾ 4 ഫ്ലവർ ആകാൻ സാധ്യതയുള്ളതാണ്. ഇത് ഫസ്റ്റ് ഫീമെയിൽ ആകാൻ സാധ്യതയുള്ളതാണ് ഈ കാണുന്നത്. അതുപോലെ വേറെ 1-2 അപ്പുറത്തേക്കുണ്ട്. അപ്പോൾ അതിന് ഈ പോളൻ യൂസ് ചെയ്യാം. അതിനാണ് നിർത്തിയേക്കുന്നതാണ് 2 ഇപ്പോൾ ഒന്ന് ഞാൻ പോളിനേഷൻ ചെയ്തു. ഇങ്ങനെയാണ് നമ്മുടെ സീതപ്പഴത്തിന് ഹാൻഡ് പോളിനേറ്റ് ചെയ്ത് പ്രൊട്ടക്ഷൻ കൂട്ടുന്നത്. ഈ ഒരു സിസ്റ്റം ഓൾമോസ്റ്റ് ഈ വലിയ തോട്ടമുള്ള ആൾക്കാരും ചെയ്യുന്നതാണ്. കാരണം കൂടുതൽ ഫ്രൂട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇതിന് സെൽഫ് പോളിനേഷൻ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഹാൻഡ് പോളിനേറ്റ് ചെയ്ത് തന്നെ വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ. കഴിഞ്ഞ വർഷം ഞാൻ 2 ഹാൻഡ് പോളിനേറ്റ് ചെയ്ത് റെഡിയായി. ഒന്ന് തന്നെ പോളിനേഷൻ നടക്കുകയും ചെയ്തു. അപ്പം ഇതാണ് നമ്മുടെ ഹാൻഡ് പോളിനേറ്റിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ മറക്കാതെ ഈ സിസ്റ്റം ചെയ്താൽ മതി. ഇതുണ്ടോ, ഇതിപ്പം പോളിനേഷൻ നടന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. കാരണം ഇതിനി കൊഴിഞ്ഞു പോകുമ്പോൾ അറിയാം പോളിനേഷൻ നടന്നതാണോ അല്ലയോ എന്നുള്ള കാര്യം. ചിലപ്പോൾ തൊട്ട് നോക്കുമ്പോൾ പറഞ്ഞ് പോയിട്ടില്ല. അങ്ങനെ തൊട്ട് നോക്കാറുണ്ട് പോളിനേഷൻ നടന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നാളെ, ഈ കാണുന്നതൊക്കെ നാളെ ഫീമെയിലായിട്ട് മാറും. ഈ കാണുന്നത് ഇത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെയിൽ ഫ്ലവറിനെ ഇവിടെ നിർത്തിയേക്കുന്നത്. അല്ലെ പിന്നെ വേറെ കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഈ ചെയ്ത ഫീമെയിലില്ലേ, ഇതിൻ്റെ പോളൻ നാളെ നമുക്ക് മെയിലായിട്ട് കിട്ടും. നമുക്ക് എടുക്കാം, ധൈര്യമായിട്ട് എടുക്കാം. പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പോളനെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ നമുക്കൊരു ഗുണമുണ്ട് സീതപ്പഴത്തിൻ്റെ കേസിൽ. മെയിലിനെ പോളിനേഷൻ നമ്മൾ ഹാൻഡ് പോളിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നില്ല. നമുക്ക് അതെടുത്ത് അതിൻ്റെ ഇപ്പം നാളെ ആകുമ്പോൾ ഇത് വിരിയും. പിന്നെ ഇൻ കേസ് ഇത് എനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ, കാരണം ഇത് വൈകുന്നേരം ചിലപ്പം ചൂടായതുകൊണ്ട് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആ പോളൻ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നാളെ ഇതിൻ്റെ പോളൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞ 2 ഈ നിൽക്കുന്ന 2 ഈ കാണുന്നതിനും ഞാൻ എന്ത് ചെയ്യും, പോളിനേഷൻ നടത്തും. ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ ഓപ്ഷനില്ല. കാരണം എന്താണെന്നറിയില്ല, സീതപ്പഴം വളരെ കാപിടുത്തം കുറവുള്ളൊരു ടൈപ്പ് സാധനമാണ്. നാടന് തന്നെ കാപിടിക്കും. നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അനോന്യ ഫാമിലി വരുന്ന ഒരുപാട് ഫ്രൂട്ടുണ്ട്. സീതപ്പഴം, നമ്മുടെ നാടൻ ആത്തച്ചക്ക, മുള്ളാത്ത, റോളീനിയ, ഇതൊക്കെ തന്നെ പോളിനേഷൻ നടക്കുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, സീതപ്പഴത്തിൻ്റെ പോളിനേഷൻ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് പോളിനേഷൻ നടക്കുന്നില്ലെങ്കിൽ ഒരു ബ്രഷ് എടുക്കുക. 10 രൂപ ഉള്ളൂ. കടയിൽ പോയി ബ്രഷ് കിട്ടും. പിള്ളേർക്ക് കളർ അടിക്കുന്ന ബ്രഷാണ്. ഇത് വാങ്ങുക. സെൽഫ് പോളിനേഷൻ ഇപ്പോൾ കാണിച്ച പോലെ തന്നെ എന്ത് ചെയ്യുക, ഈ കാണുന്ന ഫ്രൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലവറിൽ നിന്ന് ഇത്രയും വിരിയണം കേട്ടോ. ഇത്രയും വിരിഞ്ഞാൽ പോരാ. ഇതിപ്പം ഫീമെയിലാണ്, ഇതിപ്പം മെയിലായി. ഇത്രയും വിരിയണം. ഇത് വിരിഞ്ഞ് ഇതിൻ്റെ അകത്ത് നിന്ന് പോളൻ എടുക്കുക. നേരെ കാണിച്ച പോലെ നേരെ ഇതിലേക്ക് പോളിനേഷൻ കൊടുക്കുക. ഹാൻഡ് പോളിനേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതൊക്കെ പിടിക്കുമെന്ന്, ഇപ്പോൾ ഈ ചെയ്ത് പിടിക്കുമെന്നൊരു 5 ദിവസം കഴിയുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെയാണ്. ഇത് പിടിച്ചില്ലെങ്കിൽ പൊഴിഞ്ഞു പോകും. പിടിച്ചെങ്കിൽ സാധനം എതൾ മാത്രമേ പൊഴിഞ്ഞു പോവുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പോളിനേഷൻ പിടിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പം ആർക്കെങ്കിലും സീതപ്പഴം പിടിക്കുന്നില്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കും കൂടെ ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാൻ പിടിക്കുമല്ലോ. ഞാൻ 1-2 ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഈ പ്രശ്നം പറഞ്ഞിട്ട് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൂടെ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫൈനലൈസ് ചെയ്താൽ മതി. വെട്ടിക്കളയണോ വേണ്ട. ഞാൻ വെട്ടിക്കളയില്ല, കാരണം എനിക്ക് കഴിഞ്ഞ ഫ്രൂട്ട് കിട്ടിയതാണ്.